വെൽക്കം ബാക്ക് ടു മലയാളം ക്ലാസ്. കഴിഞ്ഞ ദിവസം നമ്മൾ തത്തി തത്തി വായ എന്ന പാഠഭാഗമായിരുന്നു അല്ലേ പഠിച്ചത്. എല്ലാവരും പദ്യം പഠിച്ചുല്ലോ അല്ലേ? മിസ്സ് പഠിക്കാൻ പറഞ്ഞിടത്തോളം ഭാഗങ്ങളെല്ലാവരും പഠിച്ചു എന്ന് മിസ്സ് വിശ്വസിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ അർത്ഥം മുതൽ ഉത്തരമെഴുതുക വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾക്കിന്ന് ചെയ്യേണ്ടത്. ആദ്യത്തെ നോക്കിക്കേ. ആദ്യത്തെ അർത്ഥം എന്താണ്? ചന്തം എന്നാണല്ലേ. ചന്തം എന്ന് വെച്ചാൽ ഭംഗി എന്നാണ് അർത്ഥം. പിന്നെ മെത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്ക, നമ്മൾ ബെഡൊക്കെ ഇല്ലേ നമ്മൾ കിടക്കുന്നത്, അതാണ് മെത്ത. അടുത്തത് പര്യായം എഴുതാനാണ്. വീടിന് പര്യായം എന്താണ്? ഗ്രഹം, ഭവനം. രണ്ട് പര്യായം, ഗ്രഹം, ഭവനം. അടുത്തത് പാലാണല്ലേ. പാലിന് ക്ഷീരം, പയസ് എന്നാണ് അർത്ഥം കേട്ടോ. പാലിൻ്റെ രണ്ട് പര്യായം ക്ഷീരം, പയസ്. ക്ഷീരം നിങ്ങൾ ഈ ബോർഡ് കണ്ടിട്ടില്ലേ? ക്ഷീരോത്പാദക കേന്ദ്രം എന്നൊക്കെ മിൽമയുടെ മുമ്പിലേക്ക് എഴുതി വെച്ചേക്കുന്നത്, നമ്മുടെ പാൽ സൊസൈറ്റിയിലേക്ക്. ക്ഷീരം, പാല്. പിന്നെ പയസ് കേട്ടോ. അടുത്തത് വിപരീത പദമാണ്. മുന്നിലിൻ്റെ ഓപ്പോസിറ്റ് പിന്നിൽ. വരുക, പോവുക. ഇനി ഒറ്റവാക്കാണ്. പച്ച നിറമുള്ള ഉടുപ്പ്. എന്താണ്? പച്ച ഉടുപ്പ്. വാഴയുടെ പഴം, വാഴപ്പഴം. അടുത്തത് അരിയുടെ മണി, അരിമണി. അടുത്തത് ഉത്തരം എഴുതുകയാണ്. കുട്ടി തത്തയ്ക്ക് എന്തെല്ലാം നൽകാം എന്നാണ് പറയുന്നത്. എന്തൊക്കെ നൽകാം എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാലോ. എന്തൊക്കെ നൽകാം എന്നാണ് പറയുന്നത്? വാഴപ്പഴവും പാലും നൽകാം എന്നാണ് കുട്ടി പറയുന്നത്. അടുത്തത് തത്തയുടെ രൂപഭംഗിയെക്കുറിച്ച് കുട്ടി പറയുന്നത് എന്താണ് അല്ലേ? തത്തയുടെ ചുണ്ടിൻ്റെ നിറം ചെമ്പരത്തി നിറം എന്നൊക്കെ പറയുന്നില്ലേ? ചെമ്പരത്തി നിറം. പിന്നെ കഴുത്തിൽ മാലയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കൊക്ക് ചെമ്പരത്തി നിറത്തോട് സാദൃശ്യമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ് നിറം അല്ലേ? അപ്പം അത് മിസ്സ് ആൻസർ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഇട്ട് തരാം കേട്ടോ. അടുത്തത് കുട്ടി തത്തയോട് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താ കുട്ടി ആവശ്യപ്പെട്ടത് തത്തയോട്? എൻ്റെ വീട്ടിൽ നീ എന്നും വരണം, എനിക്ക് പാട്ടും പാടിത്തരണം അല്ലേ? പാട്ടൊന്ന് പാടിത്തരാമോ, നീ എൻ്റെ വീട്ടിൽ എന്നും വരാമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ കുട്ടി എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? കുട്ടിക്ക് ഒരു പാട്ടും പാടിക്കൊടുക്കണം, കുട്ടിയുടെ വീട്ടിൽ എന്നും ചെല്ലുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങളായിട്ട് കിടക്കുന്നത്. അടുത്തത് ആശയം എഴുതുക എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ നിന്ന്. അവിടെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ബന്ധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരം എന്നാണ്. മനോഹരമായ കാഞ്ചനം അർത്ഥം സ്വർണം എന്നാണ്. മനോഹരമായ സ്വർണ്ണ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതായത് തത്ത കിടക്കുന്നത് മനോഹരമായ സ്വർണ്ണക്കൂട്ടിന് അകത്ത് ആണ് എങ്കിലും ബന്ധിച്ചിട്ടേക്കാണ് അതിനെ അല്ലേ? തത്തയ്ക്ക് ശരിക്കും പറന്നു പോകണം. അപ്പം അങ്ങനെ പറന്നു പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ബന്ധനം തന്നെയാണ്. അപ്പം ഈ ആശയം എഴുതുക എന്നുള്ളത് മിസ്സ് എഴുതി തരാം, അത് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത് സങ്കല്പിച്ച് പറയാമെന്നുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്കൊരു തത്ത കുഞ്ഞിനെ ലഭിച്ചു. അതിനെ നിങ്ങൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കും? അത് നിങ്ങളുടെ ഹോംവർക്കാണ്. അത് നിങ്ങൾ സങ്കല്പിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളിത് എഴുതി നോക്കണം. പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്ത് പഴഞ്ചൊല്ലുകൾ ശേഖരിക്കാനാണ്. പക്ഷികളെ കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഇത് നിങ്ങൾ നമ്മളെ മെയ് മാസത്തിൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറേ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ 2-3 കണ്ടുപിടിച്ച് എഴുതി വയ്ക്കുക. അടുത്തത് കവിത ഉദ്ധരിക്കുക. തത്തേ വാ എന്ന പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 വരി കവിത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസിൽ അത് കറക്റ്റായിട്ട് എഴുതണം. കേട്ടല്ലോ? അപ്പം ഓക്കെ, താങ്ക് യു.